ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ വഅദാണ്, ആ വഅദ് നൽകിയത് വാഗ്ദാനമാണ്, ആ വാഗ്ദാനം നൽകിയത് അള്ളാഹുവാണ്. അത് ഹക്കായ നിലക്കുള്ള വഅദാണ്. അതുകൊണ്ട് തന്നെ അതിൽ ലംഘനം ഉണ്ടാവില്ല, അത് കൈമോശം വരുന്ന പ്രശ്നമല്ല, അത് ലഭിക്കുക തന്നെ ചെയ്യും. വഹുവൽ അസീസുൽ ഹക്കീം. കാരണം വാഗ്ദാനം നൽകിയ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ആരാണ്? അൽ അസീസ് അൽ ഹക്കീം. അൽ അസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജയ്യൻ, എല്ലാവരെയും ജയിച്ച് നിൽക്കുന്നവൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാതെ എല്ലാവരെയും ജയിച്ച് നിൽക്കുന്നവൻ. അതുകൊണ്ട് തന്നെ വാഗ്ദാനം നൽകിയത് പാലിക്കാൻ, പുലർത്താൻ ഒരു തടസ്സമല്ല, ആരും തടസ്സം സൃഷ്ടിക്കുന്ന വിഷയമല്ല. കാരണം അത് അള്ളാഹു അസീസാണ്. അവൻ എന്ത് വാഗ്ദാനം ചെയ്തോ അത് നിറവേറ്റാൻ അവൻ കരുത്തനാണ്. ഒന്നും അവന് തടസ്സമാവുകയോ ആരും തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യില്ല. പിന്നെ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു തആല ഹിക്മത്ത് ഉടയവനാണ്. അതുകൊണ്ട് വാഗ്ദാനം ചെയ്തത് മറന്നു, ഓർമ്മയിൽ വന്നില്ല, ഡേറ്റ് ഓർത്തില്ല, അല്ലെങ്കിൽ ആളെ ഓർത്തില്ല, കുറേ വാഗ്ദാനങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ പാലിക്കാൻ പറ്റും, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഹക്കീം, തത്വജ്ഞനാണ്. ജ്ഞാനവും യുക്തിയും അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ഹിക്മത്ത് ഉടയവനാണ് അള്ളാഹു, ഇസ്സത്തുടയവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് പുലരുക തന്നെ ചെയ്യും, അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ, അവൻ്റെ വചനങ്ങളിൽ നിന്ന് പുറംതിരിയുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? ഈ സൂറത്തിൻ്റെ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞില്ലേ, മുഹ്സിനീങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കഴിവിനെയും കെൽപ്പിനെയും ഒക്കെ സ്ഥാപിക്കുന്ന ഏതാനും കാര്യങ്ങളാണ് ഇവിടെ ഉണർത്തുന്നത്. ഇത് ഈ തുടർച്ചയിൽ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم خلق السماوات. ഖലഖ അല്ലാഹു സൃഷ്ടിച്ചു. അസ്സമാവാത്ത്, സമാവാത്ത് എന്ന് പറഞ്ഞാൽ വാനങ്ങൾ, ആകാശങ്ങൾ. എങ്ങനെ സൃഷ്ടിച്ചു? ബിഗൈരി അമദിൻ, അമദ് ഇല്ലാതെ. അമൂദ് എന്നതിൻ്റെ ബഹുവചനാണ് എന്താ അമൂദ്? അമൂദ് എന്ന് പറഞ്ഞാൽ തൂണ്, താങ്ങ്, തൂണ്. അതിൻ്റെ ബഹുവചനാണ് അമദ്. അമിദത്ത്, തൂണുകൾ. അമദ് എന്ന് പറഞ്ഞാൽ തൂണുകൾ. അപ്പോൾ ബിഗൈരി അമദിൻ, തൂണുകളില്ലാതെ. തറൗനഹ, അവയെ നിങ്ങൾ കാണുന്നു എന്നാണ്. അവയെ നിങ്ങൾ കാണുന്നു പറഞ്ഞാൽ ആരെ കാണുന്നു? ആകാശങ്ങളെയാണോ അതല്ല തൂണുകളെയാണോ? ആകാശങ്ങളെ എന്ന് പറയുമ്പോൾ തൂണുകളില്ലാത്ത ആകാശങ്ങളെ നിങ്ങൾ കാണുന്നു. ഇനി ഒരാൾ പറയാണ് അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന തൂണുകൾ ഇല്ലാതെ. അങ്ങനെയും പറയാലോ. അമദിൻ തറൗനഹ, അവയെ നിങ്ങൾ കാണുന്നു. അവയെന്ന് പറഞ്ഞാൽ ഈ തൂണുകളെ. അപ്പോൾ നിങ്ങൾ കാണും വിധം ഉള്ള തൂണുകളില്ലാതെ വാനങ്ങളെ അവൻ സൃഷ്ടിച്ചു എന്നാണ്. രണ്ടേൽക്കും പറയാം. ഈ അമദിൻ എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ട്, എങ്കിൽ സമാവാത്ത് എന്നുള്ളതിൽ നിന്നുള്ള ഹാലായി രണ്ടേൽക്കും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല വാനങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താ? സഖ്ഫൻ മഹ്ഫൂദൻ എന്നാണ്, സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് നമ്മളോടാണ് അഭിസംബോധന. നമ്മളാണ് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർ, നോക്കിക്കാണുന്നവർ. നമ്മൾ മേലേക്ക് കണ്ണ് നട്ടിട്ടുണ്ടെങ്കിൽ മാനം, അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമാവാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമാവാത്തും അതിലുള്ളത് മുഴുവനാണ്, അല്ലേ? അതിൽ ആകാശഗോളങ്ങളുണ്ട്,
നക്ഷത്രാദികളുണ്ട്, നക്ഷത്രങ്ങളുടെ വ്യൂഹങ്ങളുണ്ട്. അത് ഗാലക്സികളായി, അതേപോലെ ക്ലസ്റ്ററുകളായി, അങ്ങനെ പല മഹാത്ഭുതങ്ങൾ, ആകാശഗോളങ്ങൾ, നക്ഷത്രാദികൾ, ഇങ്ങനെ പലതാണ്. അതാണ് സമാവാത്ത്. അതൊക്കെ അവിടെ ഉണ്ട്. ഒപ്പം അതെന്താണ്, ഒരു മേൽക്കൂരക്ക് സമാനാണ്. മേൽക്കൂര എന്തൊരു ധർമ്മമാണോ ഒരു വീടിനൊരു എടുപ്പിന്, ആ ധർമ്മം ഉപരിലോകം നിർവഹിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സപ്ത വാനങ്ങളെ സൃഷ്ടിച്ചു ബിഗൈരി അമദിൻ, യാതൊരു തൂണുകളുമില്ലാതെ. തൂണുകളിൽ സ്ഥാപിക്കപ്പെട്ടതല്ല ആകാശമാകുന്ന ഈ മേൽക്കൂര. അതേപോലെ തന്നെ അവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതിനൊന്നും ഒരു മുട്ടോ തൂണൊന്നുമില്ല. അതവിടെ. അങ്ങനെയാണ് നിങ്ങൾ ആകാശങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വിധമുള്ള തൂണുകളില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കാണുന്ന വിധമുള്ള തൂണുകൾ ഇല്ലാതെന്ന് പറഞ്ഞാൽ കാണാത്ത തൂണുകളുണ്ട് എന്നാണ്. അപ്പോൾ കാണാത്ത തൂണുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ തൂണുകൾ? എന്താണ് ആ തൂണുകൾ? ഗുരുത്വാകർഷണ ബലാണ്. ശാസ്ത്രീയമായിട്ട് അങ്ങനെ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യുംസിക്കു സമാവാതി അൻ തസൂല, ആകാശങ്ങൾ അല്ലേ, ആകാശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തുന്നു എന്ന് അല്ലേ. പക്ഷികളെ കുറിച്ച് പറഞ്ഞില്ലേ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത്, അവലം യറൗ ഇലത്വയ്രി ഫൗകഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, മാ യുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ പ്രയോഗമാണ് ആകാശങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത്. ആകാശങ്ങളെ പിടിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞില്ലേ. പറവകൾ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ പിടിച്ചു നിർത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കഴിവിനെയാണ് അത് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ യുക്തിയാണ് അറിയിക്കുന്നത്. എന്തായാലും വാനങ്ങൾ യാതൊരു തൂണുകളുമില്ലാതെ ഈ ഉലകത്തിന് മേൽക്കൂരയായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. വബനൈന ഫൗകക്കും സബ്അൻ ശിദാദ എന്നാണ്. 7 ശക്തിമത്തായ വാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ആ വാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് മേൽക്കൂരയാണ്. പിന്നെ അതിലുള്ള ആകാശഗോളങ്ങളും ഉപഗോളങ്ങളും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും അവയുടെ വ്യൂഹങ്ങളുമൊക്കെ ഉൾപ്പെട്ടു. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൽഖാ ഫിൽ അർളി. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽഖാ ഫിൽ അർളി എന്ന് പറഞ്ഞാൽ അൽഖാ യുൽഖി, ഇൽഖാ എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു. വഅൽഖാ ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു. ആരെ സ്ഥാപിച്ചത്? റവാസിയ. റവാസിയ എന്നുള്ളത് റാസിയത്ത് എന്നതിൻ്റെ ബഹുവചനാണ്. റാസിയ, അതിൻ്റെ ബഹുവചനം റവാസിയ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജിബാൽ, റവാസിയ, ഉറച്ച പർവ്വതങ്ങൾ. വൽകാഫിൽ അർദി റവാസിയ എന്ന് പറഞ്ഞാൽ അൽകാഫിൽ അർദി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സ്ഥാപിച്ചു ജിബാലൻ റവാസിയ, ഉറച്ച പർവ്വതങ്ങളെ. ഇവിടെ ഫിൽ അർദ് എന്ന് പ്രയോഗിച്ച് എന്താ? ഫിൽ അർദ്, ഫിൽ അർദാണോ അലൽ അർദാണോ? ഭൂമിക്ക് മേൽ എന്നാണോ അതല്ല ഭൂമിയിൽ എന്നാണോ? ഭൂമിയിൽ. പർവ്വതങ്ങളെക്കുറിച്ച് ചില പഠനങ്ങളിൽ പർവ്വതങ്ങളുടെ 1/5 ഭൂമിക്കുപരിയിലും 4 ഭൂമിക്കടിയിലും എന്നാണ്. ഓരോ പർവ്വതങ്ങളുണ്ടല്ലോ, ആ പർവ്വതങ്ങൾ ഭൂമിക്ക് മുകളിൽ അതിൻ്റെ കുറച്ച് ഭാഗമേ ഉള്ളൂ, 4 ഭാഗവും ഭൂമിക്കടിയിൽ എന്നാണ്, ഭൂതലത്തിന് അടിയിൽ. അതുകൊണ്ടാണ് ഇവിടെ വൽഖാഫിൽ അർദ്, ഭൂമിക്ക് മേൽ സ്ഥാപിച്ചു എന്നല്ല, പിന്നെ ഭൂമിയിൽ സ്ഥാപിച്ചു എന്നാണ്. സ്ഥാപിച്ചതോ റവാസിയ. റവാസിയ എന്ന് പറഞ്ഞെങ്കിൽ ഉറച്ച, റവാസിയ ഷാമിഖാത്തിൻ എന്ന് പറഞ്ഞാൽ, റവാസിയ ഷാമിഖാത്ത്. ഷാമിഖാത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അമ്പരചുംബി എന്ന് പറയില്ലേ, ഉയർന്ന മലകൾ, സാഹിത്യ ഭാഷയിൽ ഗഗനസീമകളെ മുത്തം വെക്കുന്ന എന്നൊക്കെ പറയില്ലേ, അതാണ്. പിന്നെ റവാസിയ ഷാമിഖാത്ത്. വഅൽഖാ ഫിൽ അർദി റവാസിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഈ ഉറച്ച ശക്തിമത്തായ ഗിരിശൃംഗങ്ങളെ, മലകളെ പടച്ചത് അൻ തമീദ ബികും, അൻ തമീദ ബികും. എന്താ? മാദയമീദു, മൈദ് എന്ന് പറയും. മൈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇർത്തിറാബ് എന്നാണ് അർത്ഥം.
ഇർത്തിറാബ്. ഇർത്തിറാബ് എന്ന് പറഞ്ഞാൽ എന്താ? പിടക്കുക, ചഞ്ചലമാകുക, ചഞ്ചലമാകുക. ഇവിടെ ഷുഫ് അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് എന്താ അൻ തമീദ ബിക്കും, നിങ്ങളെ കൊണ്ട് ചഞ്ചലിതമാകാൻ, ഇളകാൻ എന്നർത്ഥം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ ഭൂമിയിൽ നാട്ടിയത് അൻ തമീദ ബിക്കും. തമീദ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഭൂമി. അൻ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഇളകാൻ, ചഞ്ചലിതമാകാൻ എന്നർത്ഥം. അതാ ചഞ്ചലിതമാകാതിരിക്കാന്നോ? ചഞ്ചലിതമാകാതിരിക്കാം. പക്ഷെ ഇവിടെ ലാ പ്രയോഗിച്ചില്ല. ഇവിടെ ലാ ഉണ്ടോ? ഇവിടെ ലാ അല്ല, പക്ഷേ ഇവിടെ ലാ ഉദ്ദേശമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ്റെ ശൈലിയുടെ പ്രത്യേകത. വ അൽഖാ ഫിൽ അർദി റവാസിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല റാസിയത്തായ മലകളെ ഭൂമിയിൽ സ്ഥാപിച്ചു. അൻ തമീദ ബിക്കും എന്ന് പറഞ്ഞാൽ അല്ലാ തമീദ ബിക്കും, നിങ്ങളെയും കൊണ്ട് ഭൂമി ചാഞ്ഞ് ഇളകാതിരിക്കാൻ, ചഞ്ചലിതമാകാതിരിക്കാൻ. അതാണ് അറബി ഭാഷൻ്റെ പ്രത്യേകത. ചില ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ പിന്നെ ഇപ്പം ഈ ഭൂമി അൽ ഖിസ്റത്തുൽ അർദിയ എന്ന് പറയും. ഖിസ്റ അൽ അർദിയ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം. അതിൻ്റെ പിന്നെ ഈ സമക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കട്ടി ഉണ്ടല്ലോ, അത് ചിലയിടത്ത് 500 മീറ്റർ, ചിലയിടത്തത് 1000 മീറ്റർ, ചിലയിടത്ത് 2000 മീറ്റർ, ഇത്രയൊക്കെ ഉള്ളൂ. ഭൂമിയുടെ പ്രതലം, ഭൂതലം, മണ്ണും പാറ ഇതൊക്കെ ആയിട്ട് അതിൻ്റെ ആ സമക്ക് അത് ചിലയിടത്ത് 500 മീറ്റർ ആഴത്തിൽ, ചിലയിടത്ത് 1000 മീറ്റർ, ചിലയിടത്ത് 2000 മീറ്റർ ആഴത്തിൽ. പിന്നെ അതിൻ്റെ ചുവട്ടിൽ എന്താ? അതിൻ്റെ ചുവട്ടിൽ ഒന്നുകിൽ വാതകങ്ങളാണ്, അല്ലെങ്കിൽ ജലം ദ്രാവകമാണ്. അപ്പോൾ ഭൂമി ഉണ്ടല്ലോ, ഈ ദ്രാവകങ്ങളുടെയും, അതാണ് ഈ ദ്രാവകങ്ങൾ എന്നാണ് പെട്രോൾ, മറ്റേത് ഗ്യാസ്, ഇങ്ങനെയല്ലേ. പിന്നെ ദ്രാവകങ്ങൾ ജലമാണ്. അപ്പോൾ ഈ ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയും മീതെ ഒരു കപ്പൽ പോലെയാണ് ഭൂമി. പർവ്വതങ്ങൾ നാട്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരിക്കലും ഭൂമി വാസയോഗ്യമാകില്ല. തിരിയും മറിയും ഇളകും, കമഴ്ന്നു പോകും, ഇങ്ങനെയൊക്കെ ആവും. കാരണം ആ രീതിയിലാണ് ഭൂമിയുടെ ഭൂഗർഭം. ഇത് ഞാൻ വായിച്ചൊരു പഠനമാണ്, അള്ളാഹു ആലം ഇതിൻ്റെ. എന്തായാലും പിന്നെ നമ്മൾ ഈ വിശുദ്ധ ഖുർആനും ഇതൊക്കെ തിരുസുന്നത്തൊക്കെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ അൽ ഹൈഅത്തുൽ ആലമിയ ലിൽ ഇജാസിൽ ഇൽമി ഫിൽ ഖുർആൻ, ഖുർആനിലെ ശാസ്ത്രീയ അമാനുഷികതകൾ, വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയ അമാനുഷികതകൾ, പിന്നെ അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു അൽ ഹൈഅത്തുൽ ആലമിയ, ഒരു ലോക പിന്നെ വിങ്ങുണ്ട്, ഒരു വിഭാഗം. അവർ വിശുദ്ധ ഖുർആനെ കുറിച്ചൊരു പഠനം നടത്തി. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താ? 6236 ആയത്ത് അല്ലേ? ഈ 6236 ആയത്തുകളിൽ അവർ വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയമായിട്ടുള്ള ഈ അൽ ഇജാസുൽ ഇൽമി, അമാനുഷികതകളെ അവർ പഠനം നടത്തിയപ്പോൾ 1935 ആയത്തുകളിൽ 800ഓളം ശാസ്ത്രീയ വിഷയങ്ങൾ അവർ കണ്ടെത്തി. 1935 വചനങ്ങളിൽ 800 ശാസ്ത്ര വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത ശാസ്ത്രങ്ങൾ അവരെന്ത് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പല വിഷയത്തിൽ പല നിലക്കുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾ അവർ ഈ വചനങ്ങൾ അതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഹദീസുകൾ 1744 ഹദീസുകളിൽ ഈ ശാസ്ത്രീയ കണ്ടെത്തലുകൾ, ശാസ്ത്രീയ വിഷയങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള പിന്നീട് ശാസ്ത്രം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് സ്ഥാപിതമായിട്ടുള്ള വിഷയങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസുകൾ അതിലേക്ക് വെളിച്ചം വീശുന്നു, ആയത്തുകൾ അതിലേക്ക് വെളിച്ചം വീശുന്നു, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിലുള്ള ശാസ്ത്രീയത പറയുക, എണ്ണുക എന്നുള്ളതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സഹാബിമാർ, താബഈങ്ങൾ, ഇവരൊക്കെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഈ ശാസ്ത്രീയ വശങ്ങളെ ഉണ്ടല്ലോ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കുകയും ആ ശാസ്ത്രീയ വശങ്ങളെ കണ്ടെത്തിയിട്ട് പിൽക്കാലത്തേക്ക് ഉദ്ധരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല
അവരുടെ മുഖ്യമായ വിഷയം. ഇപ്പോൾ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. എന്താ യസ്അലൂനക അനിൽ അഹില്ല? എന്താ അഹില്ല? അഹില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ്റെ ഈ വൃദ്ധിക്ഷയങ്ങൾ അല്ലേ? ചന്ദ്രൻ ഉദിക്കുമ്പോൾ ക്രസൻ്റ് ആണ് അല്ലേ, ഹിലാൽ. പിന്നെ ഇങ്ങനെ അതിൻ്റെ ക്രമേണയുള്ള വൃദ്ധിക്ഷയങ്ങൾ, അത് ഉദയം മുതൽ പൗർണമി വരെ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ കൽ ഉർജൂനിൽ ഖദീം അല്ലേ, പഴയ പിന്നെ ഈ ഈത്തപ്പനക്കൊല്ലിൻ്റെ പോള പോലെ പരിണമിക്കുന്ന അവസ്ഥ അല്ല. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഈ അവസ്ഥകളെക്കുറിച്ചാണ് മുശ്രിക്കുകൾ ചോദിക്കേണ്ടത്. യസ്അലൂനക അനിൽ അഹില്ല. അത് വലിയൊരു ശാസ്ത്രീയ വിഷയമല്ലേ. എന്തുകൊണ്ട് ചന്ദ്രൻ ഈ ഒരു പിന്നെ അഭിവൃദ്ധി ഓരോ രാവുദിക്കുമ്പോഴും വരുന്നു, പിന്നെ അത് പൗർണമി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പരിണാമം അവസാനം കറുത്ത വാവായി പരിണമിക്കുന്നത് വരെയുള്ള ഈ പരിണാമം, ഇതൊരു വലിയ ശാസ്ത്രീയ വിഷയമല്ലേ. അതിൽ എന്തൊക്കെ പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യസ്അലൂനക അനിൽ അഹില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഹില്ലത്തിനെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്നു. എന്താ അല്ലാഹ് പറഞ്ഞത്? ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്. ആളുകൾക്ക് സമയം കണക്കാക്കാനാണ്. ആളുകൾക്ക് സമയം കണക്കാക്കാനാണ്. നിസ്കാരത്തിൻ്റെ സമയം, അതേപോലെ തന്നെ നോമ്പ് തുടങ്ങേണ്ട സമയം, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ, അതിൻ്റെ കാലനിർണയം സമയനിർണയത്തിനാണ്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കേണ്ട വിഷയം, മാസം ഉറപ്പിക്കേണ്ട വിഷയം, പെരുന്നാൾ ഉറപ്പിക്കേണ്ട വിഷയം, അതേപോലെ തന്നെ ഒരു സ്ത്രീ ധരിക്കുകയാണെങ്കിൽ അവരുടെ ഇദ്ദയുടെ കാലം, ഇങ്ങനെ പിന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങൾ അതിനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെ വല്ല ഹജ്ജ്, ഹജ്ജു ഇപ്പോൾ ഇതിൽപ്പെട്ടതല്ലേ, ഹജ്ജും ഇതിൽപ്പെട്ടതല്ലേ. ഏത്? ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ജനങ്ങൾക്ക് മീഖാത്താണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് 10. ഇതെങ്ങനെ തീരുമാനിക്കുക? ചന്ദ്രൻ്റെ ഉദയം അസ്തമയം നോക്കിയിട്ടല്ലേ. പിന്നെ ഇതിനെ ഹജ്ജിനെ പ്രത്യേകം പറഞ്ഞ് ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്. ഹജ്ജിനെ പ്രത്യേകം പറയാൻ കാരണം ഈ ചോദിച്ച ആളുകൾ ഹജ്ജ് അന്ന് ചെയ്യുന്ന ആളുകൾ. ഓൽക്ക് നിസ്കാരത്തിൻ്റെ വിഷയം, നോമ്പിൻ്റെ വിഷയം, സക്കാത്തിൻ്റെ വിഷയം, മറ്റ് ഈ ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഉദയത്തെ അസ്തമയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ആ പരിപാടിയൊന്നുമില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? ചോദിച്ചവർക്ക് ഹജ്ജുണ്ട്. അവർ ഹജ്ജ് ചെയ്ത് എങ്ങനെ നോക്കിയിട്ടാണ്? ചന്ദ്രൻ നോക്കിയിട്ടാണ്. ചന്ദ്രോദയം നോക്കിയിട്ട് അവർ ദുൽഖഅദ മാസമായിട്ടുണ്ടെങ്കിൽ ആദ്യം ഉഖാദ് ചന്തയിലേക്ക് പോകും, പിന്നെ ദിൽ മജാസിലേക്ക് പോകും, എന്നിട്ട് പിന്നെ അടുത്ത ചന്തയാണ് അവരുടേത് ഹജ്ജ് അല്ലേ. എന്നിട്ട് അവർ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ അവർ മിജന്നയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മുശ്രിക്കീങ്ങൾക്ക് ഹജ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അഹില്ലത്ത്? അഹില്ലത്ത് എന്ന് പറഞ്ഞെങ്കിൽ മവാഖീതു ലിന്നാസ്, ആരാധനാ കർമ്മങ്ങൾ, അതേപോലെ തന്നെ സമ്പ്രദായങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നിർണ്ണയിക്കാനുള്ള കാല നിർണയത്തിനാണ് ഈ അഹില്ല. പിന്നെ ഹജ്ജിനും നിങ്ങൾ ചെയ്യണേ ഈ ഹജ്ജിനുള്ള കാലനിർണയത്തിനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹില്ലയെക്കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ചന്ദ്രനിലുള്ള പിന്നെ ചന്ദ്രനിലുള്ള അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു സൃഷ്ടിപ്പല്ലേ ചന്ദ്രൻ. പിന്നെ ആ ചന്ദ്രനിൽ പിന്നെ സൂര്യവട്ടം തട്ടുന്നത്, അത് നിലാവായിട്ട് പ്രതിഫലിപ്പിക്കുന്നത്, അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്, പിന്നെ നിലാപ്പൊയ്കകൾ തുടങ്ങി ഒക്കെ പറഞ്ഞൂടെ? ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളൊന്നും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല? ഈ ശാസ്ത്രീയതകളെ കണ്ടെത്തിയിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല. കാരണം അതുകൊണ്ടൊന്നും ജീവിതം, അതിൻ്റെ ധാർമ്മികത, അതേപോലെ തന്നെ ആ ധാർമ്മികത പൂണ്ട് അതിനപ്പുറമുള്ള രക്ഷ, സ്വർഗം, അത് നേടൂല. അത് നേടേണ്ട വിഷയം എന്താണ്? അത് പിന്നെ ഇവയൊക്കെ സൃഷ്ടിച്ച റബ്ബിനെ മനസ്സിലാക്കിയിട്ട് ആ റബ്ബിനുള്ള ഇബാദത്ത് സാക്ഷാത്കരിക്കലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ വിഷയത്തിലാണ് ശ്രദ്ധ പോയത്. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഒഴിഞ്ഞിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട ഈ ശാസ്ത്രീയ വിഷയങ്ങളിൽ നിന്നൊക്കെ അവരുണ്ട്. കാരണം എന്താ? ഇതൊക്കെ വരും, ഈ കണ്ടെത്തലുകൾ, ഇതൊക്കെ കാലഘട്ടങ്ങളിൽ ഇത് പാരായണം ചെയ്യുന്നവരെന്ത് ചെയ്യും? അത് കണ്ടെത്തും. ഇതിലുള്ള ശാസ്ത്രീയതകൾ ഓരോന്നും കണ്ടെത്തും. ഇപ്പോൾ ഈ ദാബത്ത്, ഞാൻ ദാബത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ
ഒരു അറബിയിൽ പറയാണ്, ഏറ്റവും വിദഗ്ധമായി സൂചി വെക്കുന്നത് ഇഞ്ചക്ഷൻ തരുന്നത് ആരാ? അത്ര വിദഗ്ധമായിട്ട് ഇഞ്ചക്ഷൻ തരുന്നത് ആരാ? കൊതുക. കൊതുക്. കാരണം കൊതുക് ഇഞ്ചക്ഷൻ തരുന്നത് ആരും അറിയില്ല, കുത്തുന്നത് അറിയില്ല. കാരണം കൊതുക് കുത്തുമ്പോൾ ഒരു ദ്രവം പൊഴിക്കും, ഒരു ദ്രവം പൊഴിച്ചതിന് ശേഷം അവിടെ കുത്തുക. അതുകൊണ്ട് തന്നെ സൂചി കാരണം അറിയില്ല. പിന്നെ വേദന അറിയണം എപ്പോഴാണ്? അത് രക്തം വലിക്കുമ്പോഴാണ് അറിയുന്നത്, കുത്തുന്നത് അറിയില്ല. അതാണ് കുത്തുന്നതിന് ഏറ്റവും വിദഗ്ധൻ അത് ഈ കൊതുകാണ്. പക്ഷേ രക്തം വലിക്കുമ്പോഴാണ് നോവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ രക്തം അവിടെ ഉണ്ട്. കാരണം നമുക്ക് രക്തം വലിക്കുമ്പോഴാണ് നമുക്ക് നോവ്. മനുഷ്യന് വരെ ഉള്ളതിനേക്കാൾ 40 പല്ലുകൾ കൊതുകിൽ നിന്നാണ്, 36 കണ്ണുകൾ കൊതുകിന്. ഒരു ശാസ്ത്രീയ പഠനം ഞാൻ വായിച്ചാണ്. ഇതൊന്നും ഹദീസുകളിൽ വന്നതല്ല. കൊതുകാണ് ഏറ്റവും വിദഗ്ധമായി സൂചി കുത്തുന്നത്, അതിന് 40 പല്ലുകളുണ്ട്, അതിന് 36 കണ്ണുകളുണ്ട്. ഹദീസിൽ വന്നതല്ലാരും സഹാബി പറഞ്ഞതുമല്ല. അല്ല, പക്ഷേ അതിവിടെ കണ്ടെത്തിയതാണ്. ആ കണ്ടെത്തൽ ഇവിടെ നടക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേപോലെ തന്നെ സഹാബികൾ, അവരൊന്നും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല? ഈ ശാസ്ത്രീയ കണ്ടെത്തലുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരാരും സമയം കളഞ്ഞിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അവർ നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പിൽക്കാലത്തുള്ളവർക്ക് കണ്ടെത്തിയിട്ട്, ശാസ്ത്രീയമായി കണ്ടെത്തി അല്ലെങ്കിൽ അഭിരുചിക്കനുസരിച്ച് കണ്ടെത്തി, ദൈക്ഷണികമായി ആലോചിച്ച് കണ്ടെത്തിയിട്ട് പറയേണ്ട കാര്യങ്ങളല്ല. ഈ വിധി വിലക്കുകൾ, രക്ഷയുടെ മാർഗങ്ങൾ, ശിക്ഷയ്ക്കുള്ള കാരണങ്ങൾ, ഇതെന്ത് ചെയ്യണം? ഇത് അവരെന്നെ എന്ത് ചെയ്യണം? അവരെന്നെ മനസ്സിലാക്കിയിട്ട് അത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് അവരെ ശ്രദ്ധ തെറ്റിച്ചിട്ട് അതിൽ എന്ത് ചെയ്തു? അവരുടെ ശ്രദ്ധയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ പഠിക്കണ സമയത്തും ഉണ്ടല്ലോ ഇതൊക്കെ പറയാം, പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നേണ്ട വിഷയം എന്താണ്? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമാക്കിയത് എന്ത് എന്നുള്ള വിഷയമാണ്. ഒരു തഫ്സീറിൽ ഒരു നാടിവിടെ അടുത്തുള്ളൊരു നാടനെ, ഞാൻ പേര് പറയുന്നില്ല, അതിൽ കാര്യം അവർ ഉറുമ്പുകളെ കാട്ടിൽ നിന്ന് ശേഖരിക്കും, എന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് വിൽക്കും. ഉറുമ്പുകളെ വിറ്റ് കാശ് വാങ്ങാന്നാണെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ ഉറുമ്പുകളെ കൊണ്ടുവന്ന് വിൽക്കുന്നത്? ഉറുമ്പുകളെ കാട്ടിൽ നിന്ന് അവരെന്ത് ചെയ്യും? ശേഖരിക്കും. എന്നിട്ട് ഉറുമ്പിൻ്റെ പുറ്റുണ്ടല്ലോ, ആ പുറ്റ് അവർ ഇളക്കി അതിനെ കൊണ്ടുവന്നിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. എന്തിന്? അത് പിന്നെ കർഷകർക്ക് ഈ ഉറുമ്പുകൾ ആവശ്യമാണ്. കാരണം എന്താ? ഈ വിളയെടുപ്പിന് ടൈം ആകുമ്പോൾ ഈ ഉറുമ്പുകളെ വിളയിലേക്ക് വിടണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫലങ്ങളെ, കായ്കളെ നശിപ്പിക്കുന്ന ഇതുണ്ട്, ചില കീടങ്ങളുണ്ട്. അതിനെ നശിപ്പിക്കണമെങ്കിൽ ആര് വേണം? ഉറുമ്പ് വേണം. അതുകൊണ്ടാണ് ഇവർ ഉറുമ്പിനെ ശേഖരിച്ചിട്ട് അതിനെ കച്ചവടം. അല്ലാഹുൽ മുസ്തആൻ. ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇതൊക്കെ എന്താണ്? ഓരോ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളാണ്. ഉറുമ്പിൻ്റെ ധർമ്മങ്ങൾ, തേനീച്ചയുടെ ധർമ്മങ്ങൾ, കൊതുകിൻ്റെ ധർമ്മങ്ങൾ. എട്ടുകാലിയെക്കുറിച്ച് വായിച്ചു. എട്ടുകാലികളില്ല എങ്കിൽ മനുഷ്യർ ഇവിടെ ജീവിക്കാൻ, അവർക്ക് ഈ ഭൂതലം വാസയോഗ്യമാവില്ല എന്നാണ്. എട്ടുകാലി ഇല്ല എങ്കിൽ എന്ന് അങ്ങനെ ഉള്ളൊരു പഠനം വായിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇത്തരം പഠനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ നടക്കും. ഇതൊക്കെ ആളുകൾ ഗവേഷണം നടത്തി പഠിച്ച് പറയുന്ന വിഷയമാണ്. പക്ഷേ ഗവേഷണം നടത്തിയ ആളുകൾക്ക് അവരുടെ ധിഷണ കൊണ്ട്, അവരുടെ പിന്നെ ശാസ്ത്രീയമായ പഠനം കൊണ്ട് പറയാൻ കഴിയാത്ത വിഷയമാണ് ദീനിൻ്റെ വിധിവിലക്കുകൾ. അതുകൊണ്ടാണ് ഈ ശാസ്ത്രീയതകളിലേക്ക് അതൊന്നും ശാസ്ത്രീയ പഠനങ്ങൾ, ഗവേഷണങ്ങൾ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ, അതേപോലെ തന്നെ സഹാബികളുടെ അളവിലൊക്കെ നമ്മളിങ്ങനെ വായിക്കാത്തത്. ഇവിടെ നമ്മൾ പറഞ്ഞത് വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബികും. അള്ളാഹ് പറയണു വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ. ദാബത്ത് എന്നുള്ളത് ദബ്ബയിൽ നിന്നാണ്. എന്താ ദബ്ബ? ഞാൻ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഈ എന്തുകൊണ്ട് സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഈ ശാസ്ത്രീയ വിഷയങ്ങളുണ്ടല്ലോ, പിൽക്കാലത്ത് കുറേ ആളുകൾ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വായിച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അൽ ഹയ്യത്തുൽ ആലമിയ, അവർ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ എന്ത് ചെയ്തു? അവരതിൻ്റെ ആദ്യാന്തം വായിച്ച് പഠനം നടത്തിയിട്ടാണ് 1935 ആയത്തുകളിൽ പിന്നെ 800ഓളം ശാസ്ത്രീയ കണ്ടെത്തലുകൾ അവർ പറഞ്ഞത്. ഇതെന്തേ അവിടുന്ന് ഉദ്ധരിക്കാതിരുന്നത്? ഈ വിഷയം വളരെ സുന്ദരമായിട്ട് ഇമാം ഷാത്തിബി, അദ്ദേഹത്തിൻ്റെ അൽ മുവാഫഖാത്ത് എന്ന് പറയുന്ന കിതാബുണ്ട്, ഇമാം ഷാത്തിബിയുടെ
അബൂ ഇസ്ഹാഖ് ഷാത്തബി അൽ മുവാഫഖാത്ത് എന്ന് പറയുന്ന കിതാബിൻ്റെ ആമുഖത്തിൽ ഈ ഒരു വിഷയം വളരെ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ദീനീ പഠനം ഉണ്ടല്ലോ, ദീനീ പഠനത്തിൻ്റെ ആ ഒരു മഹാത്മ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് സ്ഥാപിക്കുന്നത്. ദബ്ബ എന്നതിൽ നിന്നാണ് ദാബത്ത്. ദാബത്ത് അതിൻ്റെ ബഹുവചനാണ് ദവാബ്. എന്താ ദവാബ്? ദബ്ബ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു എന്നാണ്. ഇഴഞ്ഞു, നീങ്ങി. ദാബത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, ഇഴയുന്നവ, നീങ്ങുന്നവ. ഒരു കവിതയിൽ സഅമത് നീ ശൈഖൻ വലസ്തു ബി ശൈഖിൻ ഇന്നമ ശൈഖു മൻ യദിബു ദബീബ എന്നുണ്ട്. ഒരാൾ പരിതപിക്കാണ്, പ്രയാസം പറയാണ്. സഅമത് നീ ശൈഖൻ, ഞാനൊരു പടുകിളവനാണ്, വയോധികനാണെന്നാണ് ഓള് പറയുന്നത്, ഓള് ജൽപ്പിക്കുന്നത്. വലസ്തു ബി ശൈഖ്, ഞാൻ അങ്ങനെ ഒരു കിളവനൊന്നുമല്ല. ഇന്നമ ശൈഖു മൻ യദിബു ദബീബ എന്നാണ്. ഷെയ്ഖ് എന്നാൽ മൻ യദിബു ദബീബ, എഴിഞ്ഞ് നീങ്ങുന്ന ആളാണ്. പക്ഷെ ഞാൻ ആക്റ്റീവാണ്. പക്ഷെ എന്നിട്ട് ഓൾ എന്നെക്കുറിച്ച് ഷെയ്ഖ് എന്ന് പറഞ്ഞു എന്നാണ്. അവിടെ ദബ്ബ എന്നാണ്, അതാണ് നീങ്ങുന്ന, എഴിഞ്ഞ് നീങ്ങുന്നത്, സ്ലോ മോഷൻ, സാവകാശം ചലിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഈ ഇഴഞ്ഞ് നീങ്ങുന്നവർക്ക് പറയാൻ തുടങ്ങി ദവാബ്. അതിൽ മനുഷ്യൻ അല്ലേ അതിൽപ്പെട്ടതാണ്. പിന്നെ ഹയവാൻ, മൃഗങ്ങൾ അതിൽപ്പെട്ടതാണ്. പിന്നെ തുയൂർ, പക്ഷികൾ, അതേപോലെ തന്നെ അല്ല ഹസറാത്ത്, പ്രാണികൾ, ഇതൊക്കെ അതിൽപ്പെട്ടതാ ദവാബ്. വബസ്സ ഫീഹ, അള്ളാഹു ഈ ഭൂമിയിൽ, ബസ്സ എന്ന് പറഞ്ഞെങ്കിൽ നഷറ, വ്യാപിപ്പിച്ചു. മിൻകുല്ലി ദാബത്തിൻ, എല്ലാ ദാബത്തിൽ നിന്നും. അള്ളാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മ, അള്ളാഹു ഖലഖ കുല്ല ദാബത്തിൻ, അള്ളാഹു എല്ലാ ദാബത്തിനെയും പടച്ചു, മിമ്മ, വെള്ളത്തിൽ നിന്നും. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഇൻ. എവിടെ ഈ ആയത്ത്? നമ്മൾ പഠിച്ചാണിത് സൂറത്തു നൂറിൽ. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അള്ളാഹു പടച്ച ദാബത്തിലുണ്ട്. മൻ യംശി അലാ ബത്നിഹി, തൻ്റെ ബത്നിൽ ഉരസി നടക്കുന്നവ. ബത്നിൽ ഉരസി നടക്കുന്നതാരാ? ആ പാമ്പുകൾ പോലുള്ളത്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, ഇരുകാലിൽ നടക്കുന്നവരുണ്ട്. മനുഷ്യനും അങ്ങനെയുള്ള ചില മൃഗങ്ങളും. വമിൻഹും മൻ യംശി അലാ അർബഇൻ, നാൽക്കാലികൾ, നാലുകാലിൽ വാലും തൂക്കി നടക്കുന്നവയുണ്ട്. പക്ഷികൾ ഇരുകാലികളാണ് അല്ലേ? പക്ഷികൾ ആദ്യം നടന്നിട്ട് പിന്നെ പറക്കുള്ളൂ. പറന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് കാലിൽ നടക്കൂ അല്ലേ? പക്ഷി ഇരുകാലിയാണ്. എല്ലാ പക്ഷികളും ഇരുകാലുമേ നടന്നിട്ട് പിന്നെ പറക്കുള്ളൂ. അതുകൊണ്ട് ഫമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, ഇരുകാലിൽ നടക്കുന്നവയിൽപ്പെട്ടതാണ് പറവകൾ. ഏതായാലും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, ഈ ദാബയിൽ മനുഷ്യന്മാർ പെടുമോ? ദാബയിൽ മനുഷ്യന്മാർ പെടും അല്ലേ? അള്ളാഹു സുബ്ഹാനഹു എന്താണ് പറയുന്നത്? ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, ഇന്ന ശർറദ്ദവാബ്, എന്താ ശർറദ്ദവാബ്? ഏറ്റവും മോശമായ ദവാബ്, ദാബത്തുകൾ. ഏറ്റവും മോശമായ ദവാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ദാബത്തുകൾ. അസ്സുമ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. അസ്സും എന്ന് പറഞ്ഞാൽ ബദിരൻ, അൽ ബുക്കും എന്ന് പറഞ്ഞാൽ ഊമ, അല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത മനുഷ്യന്മാർ. അതാണ് ചിന്തിക്കാത്ത മനുഷ്യന്മാർ, ബദിരരാണ്, അവരും ഊമകളാണ്. അവരെക്കുറിച്ച് ശർറദ്ദവാബ് എന്നാണ് പറഞ്ഞത്, ഏറ്റവും മോശം ജന്തുക്കൾ. അതേപോലെ ഇന്ന ശർറദ്ദവാബില്ലദീന കഫറു വഹും ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്ത മനുഷ്യന്മാർ, അവരെക്കുറിച്ച് ശർറദ്ദവാബ് എന്ന് പറഞ്ഞാൽ. അപ്പം ദാബയിൽ ആരും പെടും? ദാബയിൽ മനുഷ്യന്മാരും പെടും. വബസ്സ ഫീഹ, അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ വ്യാപിപ്പിച്ചു, മിൻ കുല്ലി ദാബത്തിൻ, എല്ലാ ദാബത്തിനെയും. അതിൽ ഉരകങ്ങളുണ്ട്, അതിൽ ഇരുകാലി മൃഗങ്ങളുണ്ട്, അതിൽ നാൽക്കാലി മൃഗങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്.
وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم وأنزلنا അല്ല പറയാണ് എന്താ പറഞ്ഞത് വഅൻസൽന നാം ഇറക്കുകയും ചെയ്തു നാം അവതരിപ്പിക്കുകയും ചെയ്തു എവിടെ നിന്ന് മിനസ്സമാ സമായിൽ നിന്ന് എന്തിന് മാ അൻ വെള്ളത്തെ ഫ ആ വെള്ളത്തെ ഇറക്കിയതിൽ പിന്നെ അംബത്ന ഫീഹ അംബത്ന നാം മുളപ്പിച്ചു ഫീഹ ഭൂമിയിൽ അതിൽ മിൻ കുല്ലി സൗജിൻ കരീം എല്ലാവിധ സൗജിൻ കരീം കരീമായ വർഗങ്ങളെയും പറയാം. ഇവിടെ നോക്കിയേ അല്ല പറയുന്നത് അൻസർന മിനസ്സമ ഇമാൻ അല്ലേ. ഈ സമ എന്ന് പറഞ്ഞാൽ എന്താ സമ? സമ എന്ന് പറഞ്ഞെങ്കിൽ ആകാശത്തിന് പറയും അല്ലേ, മേൽഭാഗത്തിന് പറയും ഒലുവു. സമ എന്ന് പറയും സഹാബ് കാർമേഘത്തിന്. അതേപോലെ തന്നെ സഹാബ് എന്ന് പറയും മത്തർ മഴക്ക്. ഉപരിയിൽ നിന്ന് നാം ഇറക്കിയെന്നാണ് സമ. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അതിനൊരു വൃക്ഷത്തോട് ഉപമിച്ചിട്ട് വമസലു കലിമത്തിൻ തയ്യിബത്തിൻ വമസലു കലിമത്തിൻ തയ്യിബത്തിൻ, ഒരു സൽ വചനത്തിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉപമ കമസലി ഷജറത്തിൻ, ഒരു വൃക്ഷത്തിൻ്റെ ഉപമയാണ്. അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ മൂലം അല്ലെങ്കിൽ അതിൻ്റെ കാണ്ഡം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നു. വ ഫർഉഹ ഫിസ്സമാ, ഫർഉ അതിൻ്റെ ശിഖരങ്ങൾ എവിടെയാണ്? ഫിസ്സമ. സമ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നല്ല, പിന്നെ മേൽഭാഗത്ത് മീതയാണെന്നാണ്, മീത്. അപ്പോൾ ഒലുവ് സമ എന്ന അർത്ഥത്തിന്, സമ എന്നുള്ളത് മീത എന്നുള്ള അർത്ഥത്തിന് പ്രയോഗിക്കും. അതേപോലെ തന്നെ സഹാബ് കാർമേഘത്തിന് പറയും. ഇവിടേക്ക് അതാണ് വഅൻസൽനാ മിനസ്സമ, ഈ കാർമേഘത്തിൽ നിന്ന് നാം ഇറക്കി മാ അൻ വെള്ളത്തെ. മത്തർ മഴക്ക് പറയും സമ എന്ന്. യുർസിലി സമ അലൈക്കും മിദ്റാറ അല്ലേ. എന്താ യുർസിലി സമ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഇനെ അയക്കും മിദ്റാറൻ കോരിച്ചൊരിയുന്നതായി. കോരിച്ചൊരിയുന്നതായിട്ട് അള്ളാഹു ആരെയാണ് അയക്കുന്നത്? സമാഇനെ അയക്കണമെന്ന് പറഞ്ഞാൽ മഴയെ അയക്കുന്നതാണ് യുർസിലി സമ. അപ്പം മഴക്ക് എന്തെന്ന് പറയും? എന്ത് പറയും? മത്തർ എന്ന് പറയും, കാർമുകിൽ എന്ന് പറയും. ഇവിടെയൊക്കെ അതാണ് വഅൻസൽനാ മിനസ്സമ, കാർമുകിലിൽ നിന്ന് നാം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ അല്ലെങ്കിൽ മീതെ നിന്ന് നാം അവതരിപ്പിച്ചു, അങ്ങനെ പറയാം മാ എൻ വെള്ളത്തെ. ചില തഫ്സീറുകളിൽ മഴ പെയ്യുന്നത് കാർമേഘത്തിൽ നിന്നല്ല, പിന്നെയോ അത് സമായിൽ നിന്നാണെന്നാണ്. കാർമേഘങ്ങൾക്ക് മീതെ എന്നാണ്. അത് ഒരു പിന്നെ കാർമേഘങ്ങൾ എന്തുണ്ട്? കാർമേഘങ്ങൾ പല തട്ടുകളാണ്. കാർമേഘങ്ങളുടെ കുറിച്ചുള്ളൊരു പഠനത്തിൽ കാർമേഘങ്ങൾ അല്ലോ അല്ല പറഞ്ഞില്ലേ കൽ ജിബാൽ, പർവ്വത സമാനമുള്ള കാർമേഘങ്ങൾ, റുഖാമായ കാർമേഘം, അതേപോലെ തന്നെ ചുമ്പ് വായിച്ചാൻ. ഏതായാലും നമ്മൾക്ക് അടുത്ത് കാണുന്ന ഈ മേഘപ്പാളികൾ മാത്രമല്ല, മേഘങ്ങൾ മേലെയുണ്ട്. പിന്നെ ചിലർ പറഞ്ഞത് മേഘങ്ങൾക്ക് മീതെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ മഴയ്ക്ക് വേണ്ടിയിട്ട് അവലാതിപ്പെട്ട്, മഴയില്ല, ഖഹത്തൽ മത്തർ, മഴ നിലച്ചു, അങ്ങനെ ഹലക്കത്തിൽ മവാശി, കാലികൾ നശിച്ചു തുടങ്ങി, അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹുമ്മ അഗീസ്ന, അല്ലാഹുമ്മ അഗീസ്ന ഗൈസൻ മുഗീസ, സഹൻ ഗദക മരിഅൻ മുജല്ലില എന്നൊക്കെ പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അപ്പോൾ പറയാണ് ഹദീസിൽ കാണാം, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് കൈ ഉയർത്തുമ്പോൾ മാനത്ത് ഒരു ഖസാഅത്തും മിനൽ സഹാബില്ല എന്നാണ്. ഖസാഅത്തും മിനൽ സഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘത്തിൻ്റെ ഒരു കീറ് പോലും ഇല്ല, തെളിഞ്ഞ മാനാണ്. അവിടെ നോക്കിയിട്ടാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ താഴ്ത്തിയപ്പോഴത്തേക്ക് സഹാബ് എന്നാണ്, കാർമുകിലുകൾ വന്നു, കെൽ ജിബാൽ, പർവ്വതം പോലെ എന്നാണ്, പർവ്വതം പോലെ. പിന്നെ അത് ആ കാർമേഘങ്ങൾ മഴയായി പെയ്തു എന്നാണ്. കാർമേഘങ്ങൾ മഴയായി പെയ്തു. അങ്ങനെ ആ ദിവസം പെയ്തു, വെള്ളിയാഴ്ച, പിറ്റേന്ന് പെയ്തു, പിറ്റേന്ന് പെയ്തു, പിറ്റേന്ന് പെയ്തു, അടുത്ത ചുമ്മാ വരെ പെയ്തു എന്നാണ്. അപ്പോൾ മഴ പെയ്തത് എവിടുന്ന? മഴ വന്നത് കാർമേഘത്തിൽ നിന്നാണ്.
ഏതായാലും അൻസൽന മിനസ്സമ കാർമേഘങ്ങളിൽ നിന്ന് അള്ളാഹു പറയാണ് നാം ഇറക്കി മാ എൻ വെള്ളം മഴവെള്ളം ഫഅംബത്ന അതിലൂടെ നാം മുളപ്പിച്ചു ഫീഹ ഫിയ എന്ന് പറഞ്ഞാൽ ഫിൽ അർദ് ഭൂമിയിൽ മിൻകുല്ലി സൗജിൻ കരീം. ഇവിടെ ഈ ആയത്തിൻ്റെ കോർവയിൽ ഖലഖ ഖലഖ എന്നാണ് എന്തർത്ഥം? ആര് സൃഷ്ടിച്ചു? നാം സൃഷ്ടിച്ചു എന്നാണ്, അവൻ സൃഷ്ടിച്ചു എന്നാണ്? ഖലഖ നാം അവൻ സൃഷ്ടിച്ചു. ഖലഖ സമാവാതി ബിഗൈരി അമദിൻ തറൂനഹ. വ അൽഖ ആര് സ്ഥാപിച്ചു എന്ന്? അവൻ സ്ഥാപിച്ചു. ഫിൽ അർദി റവാസി അൻ തമീദ ബിക്കും വബസ്സ ഫീഹ. ബസ്സ എന്ന് പറഞ്ഞാൽ എന്താ? പരത്തി. ആര് പരത്തി? വ്യാപിപ്പിച്ചു. അവൻ പരത്തി. എന്താ അവിടെയൊക്കെ ഖലഖ, പിന്നെ അൽഖ, പിന്നെ ബസ്സ. ഇതിലൊക്കെ പിന്നെ ദമീറാണ്, സർവനാമാണ്. ഇതിലൊക്കെ കർത്താവ്. ആ സർവനാമം ഏതാ? അറബിയിൽ ഗായിബ് എന്ന് പറയും. ഗായിബ് മലയാളത്തിൽ എന്താ പറയുക? ഗായിബിന് എന്താ പറയുക? ഗായിബായ ദമീറിന് എന്താ പറയുക? അയ്യുഹന്നാസ്, പ്രഥമ പുരുഷൻ അല്ലേ? പ്രഥമ പുരുഷൻ എന്ന് പറയാം ഗായിബായ ദമീറിന്. ഇവിടെ നോക്കി നിങ്ങൾ അതേ കുർവയിൽ വ അൻസൽന. എന്താ അൻസൽന? നാം അവതരിപ്പിച്ചു അല്ലേ? ഇവിടെ ആരാ കർത്താവ്? അൻസൽന നാം അല്ലേ? അതേപോലെ തന്നെ ഫ അംബത്ന, ഇവിടെ ആരാ കർത്താവ്? നാം അല്ലേ? നാം മുളപ്പിച്ചു, നാം അവതരിപ്പിച്ചു അല്ലേ? ഇവിടെ നാം ഇതേതാ ബമീർ? ഇതിൽ രണ്ടിലും ബമീർ മുതക്കല്ലിം. മുതക്കല്ലിം ഏതാ? ബമീർ മുതക്കല്ലിം എൻ്റെ മലയാളം എന്താ? ഉത്തമ പുരുഷൻ. ഇനി ബമീർ വേറെ ഒന്നുണ്ട്. അതെന്താണ്? അത് മുഖാത്തബ്. മുഖാത്തബ് എന്ന് പറയുമ്പോൾ അത് മധ്യമ പുരുഷൻ. ഇവിടെ ഞാൻ ദമീറിൻ്റെ അർത്ഥം പഠിപ്പിക്കാനല്ല ഇത് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു ഈ ഒരു വചനത്തിൽ അള്ളാഹിനെ കുറിച്ച് തന്നെ പറയുന്നത് ഖലഖസ് സമാവാത്ത് അല്ലേ? വ അൽഖാ ഫിൽ അർദ്. അവൻ സമാവാത്തിനെ സൃഷ്ടിച്ചു, അവൻ ഭൂമിയിൽ സ്ഥാപിച്ചു, അവൻ ഭൂമിയിൽ വ്യാപിപ്പിച്ചു. ബസ അവൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ മഴ വർഷിക്കുന്ന വിഷയം വന്നപ്പോൾ അൻസൽന നാം വർഷിപ്പിച്ചു. മുളപ്പിക്കുന്ന വിഷയം വന്നപ്പോൾ നാം മുളപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ശൈലി മാറ്റം? ഇവിടെയൊക്കെ പ്രഥമ പുരുഷനാണ് കർത്താവ്, ഇവിടെ എത്തിയപ്പോൾ അത് ഉത്തമ പുരുഷനായി. എന്തുകൊണ്ട്? അതിൽ ഒന്ന് ഈ ദമീറുകളുടെ മാറ്റം ഉണ്ടല്ലോ. പ്രഥമ പുരുഷൻ പറഞ്ഞ പിന്നെ ഉത്തമ പുരുഷൻ പറയാം, പിന്നെ മധ്യമ പുരുഷൻ പറയാം. ഇങ്ങനെയുള്ള ഈ ദമീറുകളുടെ മാറ്റം ഇത് അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധയെ പ്രത്യേകം ക്ഷണിക്കാൻ, അതായത് ഈ വചനത്തിലെ ആളുകളുടെ ശ്രദ്ധ പ്രത്യേകം നടാൻ. എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഒരേ കോർവയിൽ കുറച്ച് പിന്നെ പ്രഥമ പുരുഷൻ, പിന്നെ കുറച്ച് ഉത്തമ പുരുഷൻ? ഇതെന്തുകൊണ്ട്? അത് കൂടുതൽ ഈ ആയത്തുകളെ ശ്രദ്ധിക്കാൻ, അതിലേക്ക് ശ്രദ്ധ വരാൻ. സാഹിത്യം അറിയുന്നവർക്ക്, അറബി സാഹിത്യം അറിയുന്നവർക്ക് ഇതൊക്കെ ഒരു മഹാത്ഭുതമാണ്, ഈ ശൈലികളിലെ ഈ വ്യതിരക്തത. പിന്നെ മറ്റൊന്ന് ചില തഫ്സീറുകളിൽ പറഞ്ഞത് വാനങ്ങളുടെ സൃഷ്ടിപ്പ് ആരെന്ന് വെച്ചിട്ടെങ്കിൽ ആരും നമ്മളെന്ന് പറയുന്നവരില്ല. അതേപോലെ തന്നെ ഭൂമിയിൽ പർവ്വതങ്ങൾ, ഈ ഗിരിശൃംഖങ്ങൾ നാട്ടിയതാരി എന്നുള്ളതിൽ ആരും അതിൻ്റെ അവകാശം പേർന്നവരൊന്നുമില്ല. അതേപോലെ തന്നെ ഈ പിന്നെ ജന്തുജാലങ്ങൾ, അത് കരയിലും കടലിലുമായി കോടാനക്കോടി വർഗങ്ങൾ, ഇത് ഞങ്ങളാണ് പരത്തിയതെന്ന രീതിയിൽ ജൽപ്പിക്കുന്ന ആളുകളില്ല. അതേസമയം ഈ മഴയുടെയും പിന്നെ കൃഷിയുടെയും വിഷയം അങ്ങനെയല്ല അല്ലേ? ചിലർ മഴ പെയ്യിപ്പിക്കും, കൃത്രിമമായ പെയ്യിപ്പിക്കും, എന്നിട്ട് നമ്മളങ്ങനെ പെയ്യിപ്പിച്ചു എന്ന് പറയും. ഓല പെരയുന്ന വന്നിട്ട് പാരിയല്ല, പിന്നെ പടച്ചുണ്ടാക്കിയ കാർമേഘം അല്ലേ? ആ കാർമേഘങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല കാറ്റിനെ അയച്ചിട്ട് അതിനെന്ത് ചെയ്യാണ്? പിന്നെ അതിനെ പരാഗണം നടത്താണ് അല്ലേ? പരാഗണം നടത്താണ്. അർസൽന റിയാഹ ലവാഖിഹ, അള്ളാഹ് പറയാണ് നാം കാറ്റുകളെ പരാഗികളായിട്ട് അയക്കും. അർസൽന റിയാഹ, നാം കാറ്റിനെ അയക്കും. എന്ത്? ലവാഖിഹ, പരാഗികളായിട്ട്. അങ്ങനെ ഈ കാറ്റുകൾ എന്ത് ചെയ്യാണ്? കാർമേഘങ്ങളെ മുട്ടിച്ചിട്ടാണ്, ഉരുമ്മിയിട്ടാണ് മഴ ഉണ്ടാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല.
അള്ളാഹു ഉണ്ടാക്കിയ കാർമേഘങ്ങളെ ഇവരെന്ത് ചെയ്യാണ്, ഇവർ ചില ആധുനികതകളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അത് പെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നുണ്ടല്ലോ മഴ പെയ്യിക്കുന്നതിൽ ഞങ്ങളിലേക്ക് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനില്ല. അതിൻ്റെ ആധികാരികത അതാർക്കാണ്? അത് അള്ളാഹുവിനാണ്. അതേപോലെ തന്നെ അംബത്നാ ഫിഹ അല്ലേ, ചിലർ പിന്നെ ഈ കൃഷി ഇറക്കുന്നതിൽ വിത്ത് മുളപ്പിക്കുന്നതിൽ ഭയങ്കര പ്രഗത്ഭരായിരിക്കും. അപ്പോൾ അവരിലേക്ക് ചേർക്കാനുള്ള അവസരങ്ങളുണ്ട് ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ യഥാർത്ഥത്തിൽ മുളപ്പിക്കുന്നത് ആരാണ്? വിത്തുകളെ മുളപ്പിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവാണ്. അത് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ. ഫാലിഖുൽ ഹബ്ബി വന്നവ, ധാന്യങ്ങളെയും അതേപോലെ തന്നെ മുളകളെയും വിത്തുകളിൽ നിന്ന് പിളർത്തി കൊണ്ടുവരുന്നവൻ അള്ളയാണ്. ഒരു പിന്നെ മാങ്ങൻ്റെ അണ്ടിയൊക്കെ ഒന്ന് കടിച്ചു നോക്കിയാൽ പൊട്ടുവോ? കത്തിയോണ്ട് മുറിച്ച് നോക്കിയാൽ പൊട്ടുവോ? മാങ്ങൻ്റെ അണ്ടി എത്ര സ്ട്രോങ്ങാ. പക്ഷേ അതിൽ നിന്നാണ് ഈ എന്ത് ചെയ്യുന്നത്, ഒരു തൈ പിളർന്ന് വരുന്നത്. പിളർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ അത് എളുപ്പമാണ് പൊട്ടിക്കാൻ. ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി വീഴും. മനസ്സിലായി? അങ്ങനെ ഒരു നിർമ്മലമായ ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത്, ഈ കടുത്ത തോണ്ട പൊട്ടിച്ചിട്ട് കൊണ്ടുവരുന്നത്. അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്താണ്, അവൻ്റെ സൃഷ്ടിപ്പാണ്. അല്ലാതെ ഈ വിത്തെറിയുന്ന ഇത് കുഴിച്ചിടുന്ന ആളുടെ മികവല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് എന്ത് ഇവിടെ അൻസൽന എന്നും ഇവിടെ അംബത്ന എന്നും പറഞ്ഞത്. ഈ പ്രഥമ പുരുഷൻ അവിടെ ഫായിലായിട്ട് ഉപയോഗിക്കപ്പെട്ടത് എന്നാണ് അതിൽ ചിലർ പറയുന്നത്. അതിൽ യുക്തികളും പൊരുളുകളും വേറെ ഉണ്ടാവും. തയ്യ് വഅൻസൽന മിനസ് സമാഇ മാഅൻ ഫഅംബത്ന ഫിഹ മിൻ കുല്ലി സൗജിൻ കരീം. ഇവിടെ നോക്കി, ഈ ആയത്തിൻ്റെ കൂർവയിൽ ആദ്യം ഖലഖസ് സമാവാത്ത് പറഞ്ഞ്, പിന്നെ ആരെ പറഞ്ഞ്? സമാഇനെ പറഞ്ഞു അല്ലേ? എന്താ തമ്മിൽ വ്യത്യാസം? സമാവാത്തും സമാവും തമ്മിൽ എന്താ വ്യത്യാസം? പദത്തിൽ വ്യത്യാസമുണ്ട്. എന്താ? ഇത് ഏകവചനാണ്, ഇത് ബഹുവചനാണ്. സമാ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാശം എന്നർത്ഥം പറയാം, ഉപരി മേഘം എന്നൊക്കെ വർത്തനം. പക്ഷേ അസമാ ആകാശ ഉദ്ദേശമാണ്. സമാവാത്ത് ആകാശങ്ങൾ, വാനങ്ങൾ. ഇതിൽ വിശുദ്ധ ഖുർആനിൽ ഏതാനും ആയത്തുകളിൽ ഇത് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 164 ആയത്തിൽ ഒരേ വചനത്തിൽ സമാവാത്തും സമാവും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് ഇബ്രാഹിമിൽ, പിന്നെ സൂറത്ത് ഹദീദിൽ, അതേപോലെ സൂറത്ത് ഹജ്ജിലോ ഒക്കെ ഇതേപോലെ വന്നിട്ടുണ്ട്. ഒരേ വചനത്തിൽ ആദ്യം സമാവാത്തും പിന്നെ സമാവും. ഇതിൻ്റെ പ്രയോഗത്തിൽ ഒരു വിഷയം, സമാവ് പ്രയോഗിക്കുന്നിടത്തൊക്കെ എനിക്ക് തോന്നുന്നത് 183 സ്ഥലങ്ങളിൽ സമാവാത്ത് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വായനയിലാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു അന്വേഷണത്തിൽ ഒരു 118 തവണ സമാവ് വന്നിട്ടുണ്ട്. സമാവാത്ത് പ്രയോഗിച്ചെടുത്ത് ഇതല്ലോ ഒക്കെ നിങ്ങൾ പിന്നെ ഈ സമാവാത്ത് ഖലഖസ് സമാവാത്ത് അല്ലേ, അല്ലെങ്കിൽ ബദീഉ സമാവാത്ത് അല്ലേ, മീറാസു സമാവാത്ത്, മുൽക്കു സമാവാത്ത്, വലില്ലാഹി മുൽക്കു സമാവാത്ത് അല്ലേ, മലക്കൂത്തു സമാവാത്ത്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്തു സമാവാത്ത്, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത സമാവാത്ത്, ഫാത്തിറ സമാവാത്ത് അല്ലേ, ഫത്തറ സമാവാത്ത്, ഇങ്ങനെയൊക്കെയാണ് പ്രയോഗിച്ചല്ലേ. അതേപോലെ തന്നെ ഇനിയുണ്ട്, അതെന്താ, ലഹു മാഫിസ് സമാവാത്ത്, അതേപോലെ ഗൈബു സമാവാത്ത്, വലില്ലാഹി ഗൈബു സമാവാത്ത്. സമാവാത്ത് പ്രയോഗിച്ചോർത്തവർക്ക് എങ്ങനെയാണ്? ഗൈബു സമാവാത്ത്, ഫത്തറ സമാവാത്ത്, ഫാത്തിറു സമാവാത്ത്, ഖലഖ സമാവാത്ത്, ബദീഉ സമാവാത്ത്, മീറാസു സമാവാത്ത്, മുൽക്കു സമാവാത്ത്, മലക്കൂത്തു സമാവാത്ത്, മാഫിൽ സമാവാത്ത്, ലഹു മാഫി സമാവാത്തി വൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു. ഇതറിയിക്കണത് എന്താ? സമാവാത്ത് പ്രയോഗിച്ചിടത്തൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ, അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ബാഹുല്യം, മാഹാത്മ്യം, വലുപ്പം
ഇതിനെ അറിയിക്കുന്ന പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സമാവാത്ത് പ്രയോഗിച്ചിടത്തൊക്കെ അള്ളാഹുവിൻ്റെ അറിവ്, ഗൈബ് സമാവാത്ത്, അല്ലെങ്കിൽ ഫത്തറ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അതിനുള്ള അള്ളാഹുവിൻ്റെ കഴിവ്, ഇതിനെ അറിയിക്കും വിധമാണ് സമാവാത്ത് പ്രയോഗിച്ചിടത്തൊക്കെ വിശുദ്ധ ഖുർആനിൽ ഈ പറയപ്പെട്ട എണ്ണങ്ങളൊക്കെ. സമാവാത്ത് എന്ന അർത്ഥത്തിൽ സമാവ് വന്നിട്ടുണ്ട്. അസ്സമാ ബനൈനാഹ ബി ഐദിൻ, സമാഇനെ ബനൈനാഹ നാം സൃഷ്ടിച്ചു, ബി ഐദിൻ ശക്തിമത്തായി. അതുപോലെ സൂറത്തുൽ ബഖറയിൽ എന്താ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാ, അസ്സമാഅ ബിനാ, ആകാശത്തെ ബിനാ ആക്കി, എടുപ്പാക്കി. അവിടെയൊക്കെ സമാവാത്ത് എന്നുള്ള അർത്ഥത്തിലാണ് സമാ. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളിലും സമാവ് പറഞ്ഞിടത്തൊക്കെ ഒന്നുകിൽ എന്താണ് വേണ്ടാ, അൻസല മിനസ് സമായി, സമായിൽ നിന്ന് ഇറക്കി, അല്ലേ? അതേപോലെ തന്നെ ഈ അറുജു ഇലൈഹി, ആകാശത്തിൽ നിന്ന്, സമായിൽ നിന്ന് ഇറങ്ങി, സമായിലേക്ക് കയറി. പിന്നെ മാഇദ തമ്മിനസ്സമ, സമായിൽ നിന്നൊരു മാഇദ അവതരിപ്പിക്കുന്ന വിഷയം. അതേപോലെ റിജിസം മിനസ്സമ, സമായിൽ നിന്നൊരു റിജിസ്, മ്ലേച്ഛമായൊരു ഹീനമായൊരു ശിക്ഷ ഇറക്കും. അങ്ങനത്തെ വിഷയം ഇങ്ങനെയൊക്കെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. സമാ പ്രയോഗിച്ചു കൊടുത്ത് സമാവാത്തിൻ്റെയും ഉദ്ദേശത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ സമാവ് പ്രയോഗിച്ചു കൊടുത്തൊക്കെ ഇതേപോലെയാണ്, ഇറങ്ങി, കയറി, ഇങ്ങനത്തെ വിഷയം, അല്ലെങ്കിൽ ഇറക്കി, ഉയർത്തി തുടങ്ങിയ വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷെ സമാവാത്ത് പ്രയോഗിച്ചു കൊടുത്തൊക്കെ ഇതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വൈപുല്യം, അള്ളാഹിൻ്റെ കഴിവിൻ്റെ പിന്നെ മാഹാത്മ്യം, ഇതൊക്കെ ദ്യോതിപ്പിക്കും ഇതാണ് ഈ സമാവാത്തുകൾ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അത് ഈ ഉണ്ടല്ലോ ഈ വചനങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ട്. അവിടെ ഖലഖസ് സമാവാത്ത്, സൃഷ്ടിക്കാനുള്ള അള്ളാഹിൻ്റെ കഴിവ് അതറിയിക്കുന്നു, സൃഷ്ടിക്കാനുള്ള അള്ളാഹിൻ്റെ അറിവ്. അതേസമയം സമാവിനെ പറഞ്ഞപ്പോൾ വഅൻസൽനാ മിനസ് സമായി എന്നുള്ള ഒരു ശൈലി. ഞാൻ ഈ സമാവാത്ത് സമാവും ഒരിടത്ത് വന്നപ്പോൾ അത് പിന്നെ ആ ഒരു മസാല വായിച്ചതെന്ന് ഉണർത്തി എന്ന് മാത്രം. ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു വിഷയത്തിലുണ്ട് എന്നത്. ഫഅംബത്നാ ഫിഹാ മിൻ കുല്ലി സൗജിൻ കരീം. എന്താ മിൻ കുല്ലി സൗജിൻ കരീം? കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഫീസ്, അമൂല്യമായതല്ലേ കരീം. അതിൻ്റെ നേരെ വിപരീതം എന്താ? കരീമിൻ്റെ നേരെ വിപരീതം ലഈം എന്നാണ്. ലഈം നീചനാണ്, നീചൻ. അപ്പോൾ കരീം മാന്യനാണ്, അമൂല്യം എന്നർത്ഥത്തിൽ. മിൻകുല്ലി സൗജിൻ, സൗജ് എന്ന് പറഞ്ഞാൽ സിൻഫ്, വർഗം അല്ലെങ്കിൽ നൂർ അർത്ഥത്തിൽ. അള്ളാഹു പറയാണ് കാർമുകിലുകളിൽ നിന്ന് മഴയെ ഇറക്കി, ഫഅംബത്ന, എന്ന് പറയാം നാം അതിലൂടെ മുളപ്പിച്ചു ഭൂമിയിൽ, മിൻകുല്ലി സൗജിൻ, എല്ലാ വർഗത്തിൽ നിന്നും. ആ വർഗം കരീമാണ്, ലഈമല്ല. ലഈം എന്ന് പറഞ്ഞാൽ നീചമാണ്, അത് വർജ്യമാണ്, അസഹ്യമാണ്, ഉപകരിക്കാൻ പറ്റൂല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻകുല്ലി സൗജിൻ കരീം, എല്ലാ പിന്നെ കരീമായ വർഗത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന്. അത് മനുഷ്യവർഗമുണ്ട്, ജന്തുവർഗമുണ്ട്, സസ്യവർഗമുണ്ട്, എല്ലാ വർഗവും. മിൻകുല്ലി സൗജിൻ കരീം. ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മിൻകുല്ലി സൗജിൻ ബഹീജ് എന്നാണ്. ബഹീജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദ്യമായ, സുന്ദരമായ. മിൻകുല്ലി സൗജിൻ ബഹീജ്. ഫൈദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. മിൻ കുല്ലി സൗജിൻ ബഹീജ്, ഇവിടെ മിൻ കുല്ലി സൗജിൻ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മഴയിലൂടെ മുളപ്പിച്ച സസ്യലതാദികളും വിശിഷ്യ കായ്കനികളും മറ്റുമൊക്കെ, ഫലങ്ങളും പഴങ്ങളും ഇതൊക്കെ. ചിലർ മിൻ കുല്ലി സൗജിൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പിന്നെ സിൻഫുകളും, എല്ലാ വർഗ്ഗങ്ങളിലും പെട്ടു. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതിൽ കുറച്ച് വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർത്താം ഇൻഷാ അല്ലാഹ്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ബൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഹാദാ ഖൽഖുല്ലാഹ്, ഹാദാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാവാത്ത് ബിഗൈരി അമദിൻ തറൗനഹ, അൽഖാ ഫിൽ അർദി റവാസി അൻ തമീദ ബികും, അതെ, ബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ, വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫിഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഇതൊക്കെ ഖൽഖുല്ലാഹ്, അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഖൽഖുല്ലാഹ്, മഖ്ലൂഖുല്ലാഹ്, അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്.
ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഫഉൽ ഫസീഹ എന്ന് പറയും. ഇതൊക്കെ അള്ളാഹിൻ്റെ ഖൽക്ക എന്നുള്ളത് ഉണ്ടല്ലോ, ഇത് ആരോടാണ് അള്ളാഹു പറയുന്നത്? അവർ സമ്മതിക്കുന്ന വിഷയമാണ്. ഇതുണ്ടല്ലോ അള്ളാഹു ഇവിടെ പറഞ്ഞില്ലേ, തറൗനഹ, നിങ്ങൾ കാണുന്ന എന്നുള്ള പറഞ്ഞില്ലേ, ആ നിങ്ങൾ ആരാ? അതിൻ്റെ പ്രഥമ അഭിസംബോധിതർ അത് ഈ നിഷേധികളായ മുശ്രിക്കുകളാണ്. അൻ തമീദ ബിക്കു എന്നറിയില്ല, നിങ്ങളെയും കൊണ്ട്. മുശ്രിക്കുകളോട് അതിലാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്ന ഹാദാ ഖൽഖുള്ള, ഇത് അള്ളാഹിൻ്റെ ഖൽഖാണ്. അത് നിങ്ങൾ സമ്മതിക്കുന്ന വിഷയമാണ്, മക്കാർ സമ്മതിക്കുന്ന വിഷയമാണ്. അന്ന് ഷെയ്ഖ് മടവൂരൊന്നും ജനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മക്കാർക്ക് ഇതിലൊന്നും സംശയമല്ല അള്ളാഹു ആണ് ഇതൊക്കെ എന്നുള്ളത്. അതുകൊണ്ട് ഹാദാ ഖൽഖുള്ള ഇത് അള്ളാഹിൻ്റെ ഖൽഖാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്ന പക്ഷം ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി മിൻ ഗൈരി, അള്ളാഹുവെ കൂടാതെ ഉള്ളവർ എന്ത് പടച്ചു എന്നുള്ളത് ഫഅറൂനി എന്ന് പറഞ്ഞാൽ നിങ്ങളെനിക്ക് കാണിച്ചു തരൂ, അല്ലെങ്കിൽ നിങ്ങളെനിക്ക് അറിയിച്ചു തരൂ. ഇവിടെ റുയ ബസരിയാകാം, റുയ ഇൽമിയാകാം. ഫഅറൂനി നിങ്ങളെനിക്ക് കാണിച്ചു തരൂ, അല്ലെങ്കിൽ നിങ്ങളെനിക്ക് അറിയിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി ബൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. എന്നാൽ അക്രമികൾ അവർ വ്യക്തമായ ളലാലിലാവും. അത് കുറച്ച് വിഷയം നമുക്ക് പറയേണ്ട ഒരു മസലയാണ്, കുറച്ച് പറയാം. ചുമ്മാ അടുത്ത ക്ലാസ്സിൽ ഭേദനമില്ല.